നമ്മുടെ സ്കൂളിലും നമ്മുടെ കോളേജിൽ നടന്ന ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം അത് മുഴുവൻ എസ്എഫ്ഐയുടെ തലയിലൊന്നും കേട്ടണ്ട. ഇല്ല. അപ്പൊ അങ്ങനെ മതി, അത്ര എടുത്താൽ. ഇങ്ങനെയുള്ള മോശത്തരം നടന്നിരിക്കുന്നു, പാടില്ല. ഏതാണ്ട് 3 ഡസൻ പിള്ളേര് കോളേജിൽ മരിച്ചിട്ടുണ്ട് കേട്ടോ. ഒരൊറ്റ KSUക്കാരൻ മരിച്ചിട്ടില്ല, മുഴുവൻ SFIക്കാരാ. ഈ ജില്ലയിൽ എത്ര പേര്? തൊട്ടിപ്പുറത്ത് ഞാൻ പറയുന്നത് ഇതൊക്കെ പാടില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ പുണ്യങ്ങളാണ് ആരും നോക്കണ്ട കേട്ടോ. 3 ഡസൻ പിള്ളേരെ കോളേജിൽ കൊന്നിരിക്കുന്ന പ്രസ്ഥാനം വന്നിരുന്നിട്ട് ഒരു ദൗർഭാഗ്യം. അതേ ഈ ജില്ലയില് ജോസ് എത്ര പേര് SFIക്കാർ കൊല ചെയ്തെടുത്ത് തലയെ വെച്ചോണ്ടാ മതി. കാരണം കേരളത്തിലെ ക്യാമ്പസിനെ മുഴുവൻ ക്രിമിനൽ താവളങ്ങളാക്കി മാറ്റിയിട്ട് വന്നിരുന്നു ഇങ്ങനെ വർത്തമാനം പറയുന്നത് വസ്തുത തന്നെ. ഒരു KSUക്കാരൻ SFI കൊലപ്പെടുത്തിയിട്ടുള്ള പേര് പറ. ചലഞ്ചിങ് പറ. SFIക്കാരെല്ലാം മാലാഖമാരാണ്. അവരെ തലവടിക്കൊണ്ടിരിക്കുമ്പോൾ മഹാരാജ് കോളേജ് ആയാലും ഇപ്പൊ ഈ പോക്കോട്ട് കോളേജ് ആയാലും സകല കോളേജിൽ അവർ നടത്തുന്നത് ദേശസ്നേഹപരമായ കാര്യങ്ങളാണ് നടത്തുന്നത് കേട്ടോ. ഇപ്പം യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ അല്ല കേട്ടോ, അങ്ങനെയല്ല. എന്റെ ചോദ്യം സ്ട്രൈറ്റ് ഫോർവേഡ് ആണ്. ഞാൻ വേണമെങ്കിൽ 32 SFIക്കാരുടെ പേര് പറയാം കൊല ചെയ്യപ്പെട്ടത് ക്യാമ്പസുകളിൽ. SFI കൊല ചെയ്ത വധിച്ച ഒരു KSU പ്രവർത്തകന്റെ, കോൺഗ്രസ് പ്രവർത്തകന്റെ പേര് പറഞ്ഞു. നിങ്ങൾ അത്രയും ആക്ഷേപം പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. എന്തോ കണക്കുണ്ട്, ഞാൻ കണക്ക് തന്നെ കൃത്യം ലിസ്റ്റ് തന്നെ തരാം. അത് ഞാൻ ഓർത്തെടുത്തോണ്ടല്ല വന്നിരിക്കുന്ന കണക്കുണ്ട്. കേരളത്തിൽ എത്ര KSUക്കാരെ കൊലപ്പെട്ടിട്ടുണ്ടെന്ന് വരെ കണക്ക് നാളെ ഈ പ്രസ് ക്ലബ് ഇതേ സമയത്ത് ഇവിടെ വെച്ചാൽ സന്തോഷം. അത് ചെയ്യണം. ഞാൻ പറയാം